ഹലോ, ഞാൻ ധർമ്മേട്ടൻ. ഇന്നത്തെ കുക്കിംഗ് പഴം പുളിശ്ശേരി. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം. അതിന് വേണ്ടത് ആദ്യം 2 നേന്ത്രപ്പഴം, ഒരു ടീസ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 3/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു 3 മുളക്, നല്ല കട്ട തൈര്, അത് വിസ്കിലടിച്ചിട്ട് ഒരു പാക്കറ്റ് മിൽമയുടെ തൈരാണത്, ഇതൊരു പാക്കറ്റ്. പിന്നെ വെളിച്ചെണ്ണ, ഒരു തേങ്ങയുടെ ഒരു മുറി പാൽ, പിന്നെ വെള്ളം, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. പിന്നെ താളിപ്പിന് കടുക്, ഉലുവ. നമുക്ക് തുടങ്ങാം. നമ്മൾ കുക്കറിക്ക് തോരയാണ് കുറച്ച് വലിയ കഷ്ണം, അത് 2 നേന്ത്രപ്പഴം മീഡിയം സൈസ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരിത്തിരി വെള്ളം ഒഴിച്ച് പിന്നെ ഇതിൽ ജീരകം, ഒരു 3/4 സ്പൂൺ ജീരകം, 3 മുളകും ഉണ്ട്. ഇത് ക്രഷ് ചെയ്യണം, അതായത് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അത് കിട്ടും. പിന്നെ പച്ചമുളകും ക്രഷ് ചെയ്ത്, ജീരകവും പച്ചമുളകും ക്രഷ് ചെയ്തത് അത് ഇതിലേക്ക്. ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വയ്ക്കുക, എടുത്ത് വയ്ക്കുക. തീ ഓഫ് ആക്കാം, ജസ്റ്റ് ഒരു വിസിൽ തീ ഓഫ് ആക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ആവി പോയാൽ തുറക്കാം. വിസിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ ഇന്ന് കളയാം. നല്ല വെന്തുടയരുത്, ജസ്റ്റ് ഒന്ന് വേവാനാ പാടില്ല. വെള്ളം വറ്റിച്ചിട്ട് ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക്, 1/2 തേങ്ങയുടെ കോക്കനട്ട്, ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ഇത് നന്നായി ഒന്ന് തിളച്ച് കൂട്ടും. കടി
തിളച്ച് പോയി. ഇനി ഇത് ഒരു മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ താളിപ്പ് കടുക് പൊട്ടാൻ അല്ലേ? കടുക് പൊട്ടാൻ കടുക് എത്തുമ്പോൾ ഓയിൽ വേണം ശരി. അതുപോലെ തന്നെ മുളക്, പച്ചമുളക് 2 എണ്ണം. തീ കത്തിക്കില്ല, കറി ഒന്ന് തണുത്തുണ്ടായിരിക്കും. തളയൊക്കെ മാറി ഒന്ന് തണുത്തിരിക്കും കറി. അപ്പം ഇതിലേക്ക് തൈര്, മുളക്കട്ട തൈര് ചെക്കിലും കൂടി പഞ്ചസാര. ഉപ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, പഞ്ചസാര, മധുരത്തിൻ്റെ ശർക്കരയുണ്ട്, പഞ്ചസാര. താളി അപ്പം മാമ്പഴപ്പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ചു. പുതിയ ചാനലാണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.